പ്രൈസ് ദി ലോർഡ്. ദൈവനാമം മഹത്വപ്പെടുമാറാകട്ടെ. എൻ്റെ പേര് സൗദ. തിരുവനന്തപുരത്താണ് എൻ്റെ വീട്. ഒരു മുസ്ലിം കുടുംബത്തിൽ ജനിച്ച് വളർത്തപ്പെട്ടു. 1989 മാർച്ച് മാസം 8-ാം തീയതി വരെ ഇസ്ലാമിൻ്റെ എല്ലാ ആചാരങ്ങളും അനുഷ്ഠിച്ചു പോരുകയായിരുന്നു. 85-ൽ PDC വിദ്യാഭ്യാസം കഴിഞ്ഞ് സാമ്പത്തികമായ ബുദ്ധിമുട്ട് കാരണം കലാലോകത്തിലേക്ക് ഇറങ്ങിത്തിരിച്ചു. സാമ്പത്തികമെല്ലാം വന്നുവെങ്കിലും ഞങ്ങളുടെ കുടുംബത്തിൽ സമാധാനം എന്തെന്ന് ഞങ്ങൾ അറിഞ്ഞിരുന്നില്ല. കുട്ടിക്കാലം മുതൽ വളരെ മാനസികമായ വളരെ വിഷമതകളിലൂടെയൊക്കെ കടന്നുപോയ ഒരു കുടുംബമായിരുന്നു ഞങ്ങളുടേത്. എന്നാൽ ഈ 1989 മാർച്ച് മാസം 8-ാം തീയതി അന്ന് രാത്രി എല്ലാവരും ഉറങ്ങിക്കഴിയുമ്പോൾ ഈ ലോകത്തു നിന്ന് വിട പറയണമെന്ന തീരുമാനത്തോടെ സന്ധ്യാസമയത്ത് ഞാൻ വീടിൻ്റെ മുൻവശത്തിരുന്നപ്പോൾ എൻ്റെ മദർ ഒരു ബൈബിൾ സത്യവേദ പുസ്തകം കൊണ്ട് എൻ്റെ കയ്യിൽ വെച്ച് തന്നിട്ട് പറഞ്ഞു, മോളെ, നിന്റെ നടുവേദന മാറും, ഈ ബൈബിൾ എടുത്ത് വായിക്കുകയെന്ന്. കാരണം ഞാൻ 6-ാം ക്ലാസ്സിൽ പഠിച്ചപ്പോൾ ഞാൻ വീണിട്ടുണ്ടായ ഒരു കേട് കാലങ്ങൾ കഴിയുന്തോറും എന്നെ കൂടുതൽ വേദനിപ്പിച്ചു കൊണ്ടിരുന്നു. ചികിത്സിച്ചിട്ടും അത് ഭേദമാകുന്നില്ല. ഞാൻ മുഖം പാടിയിരിക്കുന്നത് കണ്ടപ്പോൾ എൻ്റെ ഉമ്മ വിചാരിച്ചത് ഈ നടുവേദന കൊണ്ടാണ് എന്നാണ്. പക്ഷെ എൻ്റെ മനസ്സിൻ്റെ വേദന ആണ്. ഞാൻ വല്ലാതെ ഭാരപ്പെട്ടിരുന്ന് ഞാൻ മനസ്സുകൊണ്ട് എൻ്റെ ദൈവത്തോട് ഞാൻ പിറുപിറുത്തു കൊണ്ടിരുന്നു. ഞാൻ പറഞ്ഞത് ഇങ്ങനെയാണ്: അല്ലാഹുവേ, നിനക്കെന്താ കണ്ണ് കണ്ടുകൂടെ? ഞാൻ കുട്ടിക്കാലം മുതൽ ഞാൻ വേദന മാത്രമല്ലേ അനുഭവിച്ചിട്ടുള്ളൂ, ഇനിയും എനിക്ക് സമാധാനം തന്നുകൂടെ? ഇല്ലെങ്കിൽ ഇന്ന് രാത്രി ഞാൻ എല്ലാവരും ഉറങ്ങിക്കഴിയുമ്പോൾ ഈ ലോകത്തു നിന്ന് വിട പറയും, ഞാൻ ആത്മഹത്യ ചെയ്യുമെന്നൊക്കെ ഞാൻ മനസ്സുകൊണ്ട് ദൈവത്തോട് പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു. പക്ഷെ വേദപുസ്തകം എൻ്റെ കയ്യിൽ കിട്ടിയപ്പോൾ ഞാൻ ഇങ്ങനെ പറഞ്ഞു. കാരണം ഞങ്ങൾ കുട്ടിക്കാലത്ത് നബിമാരെ കൊണ്ട് വിശ്വസിക്കണമെന്ന് ഞാൻ പഠിച്ചിട്ടുള്ളത് കൊണ്ട് ഈസാ നബിയിൽ എനിക്ക് വിശ്വാസമുണ്ടായിരുന്നു. ഞാൻ ക്രിസ്ത്യൻ സ്കൂളിലാണ് പഠിച്ചത്. അങ്ങനെ യേശുവിനെ എനിക്കറിയാം. അല്ലാതെ യേശുവിനെ കുറിച്ചൊന്നും എനിക്കറിയില്ല. ഞായറാഴ്ച ദിവസം ക്രിസ്ത്യാനികൾ ബൈബിൾ കൊണ്ട് നടക്കുന്ന ആ ബൈബിളും കണ്ടിട്ടുണ്ട്. അതിനകത്ത് എന്താണെന്നോ അതിൻ്റെ ആചാരങ്ങൾ എന്തെന്നോ വിശ്വാസം എന്തെന്നോ ഒന്നും എനിക്കറിയില്ല. മാത്രമല്ല ഞങ്ങൾ അതൊന്നും പഠിക്കേണ്ട ആവശ്യവുമില്ല. ഇസ്ലാം മതമാണ് ശ്രേഷ്ഠമായ മതം, മുഹമ്മദ് നബിയാണ് ശ്രേഷ്ഠമായ നബി എന്നൊക്കെ ഞങ്ങളെ പഠിപ്പിച്ചിരിക്കുന്നത് കൊണ്ട് അതെൻ്റെ ഹൃദയത്തിൽ നിറഞ്ഞിരിക്കുകയാണ്. പക്ഷെ വേദപുസ്തകം കയ്യിൽ കിട്ടിയിട്ട് ഞാൻ വേദപുസ്തകം എടുത്തു വെച്ചുകൊണ്ട് ഞാൻ ഇങ്ങനെ പറഞ്ഞു, യേശുപ്പ, ഞാൻ എന്ത് എന്ന് ഞാൻ അറിയുന്നില്ല. ഒറ്റ ചോദ്യമേ ചോദിച്ചുള്ളൂ. പക്ഷെ എൻ്റെ ഹൃദയത്തിൽ ഒരു 100 ചോദ്യങ്ങളുണ്ട്. ബൈബിൾ തുറന്നു. യെശയ്യാവിൻ്റെ പുസ്തകം 54-ാം അധ്യായം തുറന്നു കിട്ടി. ഞാൻ ഇങ്ങനെ വായിച്ചു വന്നു. വായിച്ചപ്പോൾ ശുദ്ധ മലയാളം. കാരണം ഖുർആൻ പോലെ വായിച്ചാൽ അർത്ഥം വേറെ പഠിക്കണം എന്ന ഒരു ഗ്രന്ഥമാണ് ബൈബിൾ എന്നാണ് ഞാൻ വിചാരിച്ചിരുന്നത്. പക്ഷെ ഞാൻ വായിച്ചു വന്നപ്പോൾ അതിലെ 4-ാം വാക്യം, ഭയപ്പെടേണ്ട, നീ ലജ്ജിച്ചു പോകുകയില്ല, ഭ്രമിക്കേണ്ട, നീ നാണിച്ചു പോകുകയില്ല. ആ വചനം വായിച്ചപ്പോൾ എത്രയോ ടൺ ഭാരം എൻ്റെ മനസ്സിൽ നിന്ന് അലിഞ്ഞു പോയതുപോലെ എനിക്ക് അനുഭവപ്പെട്ടു. കാരണം ദിവസങ്ങൾ മാസങ്ങളായി എൻ്റെ ഹൃദയത്തിൽ എനിക്ക് ചിന്തിക്കാൻ കഴിയാത്ത ഭാരങ്ങളുമായി ഞാൻ ജീവിക്കുകയായിരുന്നു. ഒരു ചുവട് പോലും മുന്നോട്ട് വെക്കാൻ കഴിയാത്തൊരവസ്ഥ. പക്ഷെ ആ ഒരൊറ്റ വചനം വായിച്ചപ്പോൾ, നീ ഭയപ്പെടേണ്ട, നീ എന്ന വ്യക്തിയോട് പറയുന്നത് പോലെ, ഭയപ്പെടേണ്ട, നീ ലജ്ജിച്ചു പോകുകയില്ല, ഭ്രമിക്കേണ്ട, നീ നാണിച്ചു പോകുകയില്ല. എനിക്ക് വല്ലാതെ ആർത്തി തോന്നി. താഴോട്ട് ഞാൻ വേഗത്തിൽ വായിച്ചു. അതിൽ 6-ാം വാക്യം പറയുന്നു, ഉപേക്ഷിക്കപ്പെട്ട മനോവ്യസനത്തിലിരിക്കുന്ന സ്ത്രീയെ എന്ന പോലെ യഹോവ നിന്നെ വിളിച്ചിരിക്കുന്നു. കാരണം എനിക്ക് വല്ലാതെ ഭയം തോന്നി ആ വാക്യം വായിച്ചപ്പോൾ. കാരണം ഈ ബൈബിൾ കിട്ടുന്നതിന് 1 മിനിറ്റ് മുമ്പ് ഞാൻ വിശ്വസിച്ചു കൊണ്ടിരുന്ന അള്ളാഹുവിനോട് ചോദിച്ചത്, അള്ളാഹുവേ, നിനക്കെന്താ കണ്ണ് കണ്ടുകൂടെ? അപ്പോൾ എന്നെ കാണുന്ന ഒരു യഹോവയുണ്ട് എന്ന് എനിക്ക് ആ വചനം വായിച്ചപ്പോൾ മനസ്സിലായി. എന്നെ സൃഷ്ടിച്ചവനായ ദൈവം, അവൻ ഉറങ്ങുന്നില്ല, മയങ്ങുന്നില്ല, അവൻ എന്നെ കണ്ടുകൊണ്ടിരിക്കുന്നു എന്ന് ആ വാക്യം വായിച്ചപ്പോൾ എനിക്ക് മനസ്സിലായി. ഉപേക്ഷിക്കപ്പെട്ട് മനോവ്യസനത്തിലിരിക്കുന്ന സ്ത്രീയെ എന്ന പോലെ യഹോവ നിന്നെ വിളിച്ചിരിക്കുന്നു. നീ ഒരു സ്ത്രീയാണ്, നീ മനോവ്യസനത്തിലിരിക്കുകയാണ്, ഞാൻ നിന്നെ കാണുന്നു എന്ന് ആ വാക്യം വായിച്ചപ്പോൾ എനിക്ക് മനസ്സിലായി. ഭയം തോന്നി. പിന്നെ ഞാൻ താഴോട്ട് വായിച്ചു. അടുത്ത വാക്യം പറയും, ക്രോധാധിക്യത്തിൽ ക്ഷണനേരത്തേക്ക് എൻ്റെ മുഖം ഞാൻ നിനക്ക് മറച്ചു, ഇനി ഞാൻ നിത്യതയോട് നിന്നോട് കരുണ കാണിക്കും. ഞാൻ ദൈവമക്കളെ നിങ്ങളോട് പറയട്ടെ, പ്രിയപ്പെട്ടവരോട് എല്ലാവരോടും ഞാൻ പറയുകയാണ്, അന്ന് മുതൽ ഇന്ന് വരെ, ഇന്നേ ദിവസം വരെ, ഈ നിമിഷം വരെ ഞാൻ നിങ്ങളോട് സംസാരിക്കുന്ന ഈ സമയം വരെ അവൻ്റെ ദയ എന്നെ വിട്ടു മാറിയിട്ടില്ല.
അവൻ വാക്ക് പറഞ്ഞാൽ മാറാത്തൊരു ദൈവമാണ് എന്ന് എനിക്ക് ഇന്നേ ദിവസം വരെയും അവൻ മനസ്സിലാക്കിക്കൊണ്ടിരിക്കുകയാണ്. അല്ല, പിന്നെ ഓരോ വാക്യങ്ങൾ വായിച്ചു വന്നപ്പോൾ അല്ല 14-ാം വാക്യം പറയുന്നു, നിനക്ക് ഭയപ്പെടാനില്ലല്ലോ, ഭീഷണിയോട് നീ അകന്നിരിക്കും. ഇന്നേ ദിവസം വരെ ഒരൊറ്റ വ്യക്തി പോലും ഭീഷണിയുമായി എന്റെ നേരെ വന്നിട്ടില്ല. വരേണ്ട സാഹചര്യങ്ങൾ ഉണ്ടായപ്പോൾ, അത് അവരുടെ ജീവിതത്തിലെ പല അനുഭവങ്ങൾ ഉണ്ടായപ്പോൾ അത് അവർ തന്നെ സ്വയം പിന്മാറിപ്പോവുകയാണ് ഉണ്ടായത്. ദൈവത്തിന്റെ ആത്മാവ്, ദൈവം ഒരു വാക്ക് പറഞ്ഞാൽ ആ വാക്കിന് മാറ്റം വരികയില്ല എന്ന് അന്നു മുതൽ ഇന്നു വരെയും ദൈവത്തിന്റെ വചനത്തിലൂടെ ദൈവം വെളിപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ്. അവന്റെ അനുഭവത്തിലൂടെയും ദൈവം വെളിപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ്. ആമേൻ, സ്തോത്രം. ഈ വചനങ്ങൾ വായിച്ചു കഴിഞ്ഞപ്പോൾ അന്നേ രാത്രിയില് മാസങ്ങളും വർഷങ്ങളുമായിട്ട് എനിക്ക് ഉറങ്ങാൻ കഴിയാത്തൊരവസ്ഥയായിരുന്നു. നടുവേദന വേറൊന്ന്, മനസ്സിലെ വേദന മറ്റൊന്ന്. മാനസികമായും സാമൂഹികമായും സാമ്പത്തികമായും മറ്റെല്ലാ മണ്ഡലങ്ങളിലും വല്ലാതെ ഞെരുക്കം അനുഭവിച്ചിരുന്ന ഞാൻ അന്ന് രാത്രി സുഖമായി ഉറങ്ങി. ആ ഉറക്കത്തിൽ നിന്നാണ് എനിക്ക് വ്യക്തമായി മനസ്സിലായത്, ഈ ബൈബിൾ സത്യവേദ പുസ്തകം ജീവനുള്ള പുസ്തകമാണെന്ന്. മരിക്കുവാൻ ആഗ്രഹിച്ച അന്നേ രാത്രി എനിക്ക് സുഖകരമായ ഒരു ഉറക്കം നൽകി. രാവിലെ എണീറ്റപ്പോൾ എന്തെന്നില്ലാത്തൊരു ആനന്ദം, എന്തെന്നില്ലാത്തൊരു സന്തോഷം എനിക്ക് വർണ്ണിപ്പാൻ കഴിയില്ല. അന്നേ ദിവസമുണ്ടായ ആ അനുഭവം ഇന്നെന്ന പോലെ ഞാൻ ഓർക്കുകയാണ്. അതിനുശേഷം എനിക്ക് ഈ വേദപുസ്തകത്തോട് വളരെ ആർത്തി തോന്നി. പിന്നെയും ഞാൻ വിശ്വസിക്കാനും വായിക്കുവാനും തുടങ്ങി. ഇതിന്റെ ബാക്കി ഭാഗം ഞാൻ അടുത്ത് തന്നെ നിങ്ങളോട് പറയുവാൻ ആഗ്രഹിക്കുകയാണ്. ഞാൻ ദൈവമക്കളെ ഓർത്ത് ഞാൻ പ്രാർത്ഥിക്കുന്നു. നിങ്ങളെ ഓരോരുത്തരെയും ഓർത്ത് ഞാൻ പ്രാർത്ഥിക്കുന്നു. എൻ്റെ അനുഭവ സാക്ഷ്യം കേട്ടിട്ട് ഈ സത്യവേദ പുസ്തകം എടുത്ത് നിങ്ങളും ഇത് വായിക്കാമെങ്കിൽ തീർച്ചയായും ഈ വചനത്തിലെ ഓരോ വചനങ്ങളും ജീവനുള്ള വചനങ്ങളാണ്. നമ്മുടെ ഹൃദയത്തിലെ വേദനകളെ അത് മനസ്സിലാക്കി അതിൻ്റെതായ മണ്ഡലങ്ങളിൽ ഇറങ്ങിച്ചെന്ന് അതിനെ എണ്ണ തേച്ച് മുറിവ് കെട്ടി ഉണക്കുന്നത് പോലെ ദൈവത്തിന്റെ ആത്മാവ് നിങ്ങളോട് ഇടപെടുമെന്ന് ഞാൻ വിശ്വസിക്കുകയാണ്.